എണ്ണിയാൽ ഒടുങ്ങാത്ത മർദ്ദനങ്ങളിലൂടെ, തോക്കുകൾ നിഴൽ വിരിച്ച പാതയിലൂടെ, മുള്ളുകൾ നിറഞ്ഞ വഴികളിലൂടെ, ത്യാഗത്തിന്റെയും പോരാട്ടത്തിന്റെയും മുന്നേറ്റത്തിന്റെയും പാതയിലൂടെ സഞ്ചരിച്ച് അടിച്ചമർത്തപ്പെട്ടവന്റെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ പോരാട്ട സമരമുഖങ്ങളിൽ പറഞ്ഞയിച്ച ഈ നാടിന്റെ ജനനായകൻ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി കള്ളന്മാർക്കും കൊള്ളക്കാർക്കും കേരളത്തിൽ കൂടെ കൊടുത്ത ഇത് നടക്കൂല. ഇവിടെ സത്യയുടെ സ്ഥാനാർത്ഥിയാണെന്ന് അറിഞ്ഞിട്ട് എതിർ സ്ഥാനാർത്ഥിയായിട്ട് ശീതളേട്ടൻ തന്നെ വേണമെന്ന് പറയാൻ നിനക്ക് നാണമില്ലടാ. നീ അത് പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ പാടുള്ളതല്ല. ഞങ്ങൾ UDP-ക്കാർ ഒരു സ്ഥാനാർത്ഥിനെ ഒപ്പിച്ചു കൊണ്ടുവന്നതാണ്. ഇവിടുന്ന് സത്യേട്ടന്റെ പേര് വന്നേ പിന്നെ അയാൾ പിന്മാറിക്കളഞ്ഞ്. ഇപ്പൊ ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു സ്ഥാനാർത്ഥിയില്ലേ, ശീതളിയൻ എന്റെ അളിയനാണെന്നും കൂടി അറിഞ്ഞാൽ പിന്നെ എനിക്ക് നിക്കക്കള്ളിയില്ലാതെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കണം, അല്ലെ ഞങ്ങക്ക് സ്ഥാനാർത്ഥി ഇല്ലാതെ പോവും. നിങ്ങൾക്ക് സ്ഥാനാർത്ഥി ഇല്ലാത്തതല്ലേ പ്രശ്നം? നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ നീ പോയി സ്ഥാനാർത്ഥി ആയിക്കോ. അല്ല അതല്ല എന്റെ മണ്ടു, നീ ഒന്നും മിണ്ടാതിരിക്കാതെ. ഏടത്തി, നമുക്ക് ജയവും തോൽവിയോ ഒന്നും പ്രശ്നമല്ല. നമുക്കിപ്പോ ഒരു സ്ഥാനാർത്ഥി വേണം, അതും ജനങ്ങൾക്ക് താല്പര്യമുള്ള ഒരാളായിരിക്കണ്ടേ. അതുകൊണ്ടാണ് ഞാൻ ഈ പറയണത്. ചേട്ടൻ ഒന്ന് സംസാരിക്കുള്ളോട്. നീ ഇതും പറഞ്ഞോണ്ട് വന്നപ്പോ ശീതളേട്ടൻ ഇവിടെ ഇല്ലാത്തത് നിന്റെ ഭാഗ്യം. മണ്ടു, നിന്നോട് ഒരു പ്രാവശ്യം മിണ്ടാതിരിക്കാൻ ഞാൻ പറഞ്ഞായിരുന്നോ? നീ പേടിക്കണ്ടേ പ്യാരി, അച്ഛനും ചേട്ടനും കൂടെ വരട്ടെ, ഏടത്തി പറഞ്ഞ് സമ്മതിപ്പിക്കാലോ. ഏടത്തി ഒന്ന് സംസാരിക്കും. നീ ധൈര്യമായിട്ട് പൊയ്ക്കോടാ. നീ നാളെ എങ്ങാനും ഒന്ന് വിളിക്ക്, അല്ലെങ്കിൽ ഇങ്ങോട്ട് വാ. ഒന്നും കൂടി ഒന്ന് ആലോചിക്കടി. ഇതിന്റെ ഗൗരവം വല്ലതും മനസ്സിലാക്കിയിട്ടാണോ പറയണേ? നിന്റെ വീട്ടിൽ നിന്ന് ഈ നിമിഷം വരെ ഒരാവശ്യം പറഞ്ഞിട്ട് ഒരാളും വന്നിട്ടില്ല. ആദ്യമായിട്ട് ആങ്ങളെ വരികയാണ് ഒരാവശ്യം പറഞ്ഞിട്ട്. ഇങ്ങനെ മുഖത്തടിച്ചോലെ പെരുമാറാൻ കൊള്ളാമോ? എന്റെ ചേച്ചി, ഒരു വീട്ടിൽ നിന്ന് തന്നെ രണ്ടുപേരും മത്സരിക്കാനോ? എടി, ജയിച്ചാലും തോറ്റാലൊക്കെ നമ്മുടെ വീട്ടിലല്ലേ, പുറത്തൊരാളുടെ മുമ്പിലാണോ തോക്കണേ? ഒരെന്നാലും ഇല്ല. നീ ഇനി ഇതിനെ കുറിച്ച് ആലോചിക്കേ വേണ്ട. ഞാൻ അവനെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ പോവാ. LDP-യെ കുറിച്ച് ഓർക്കുമ്പോ സഹതാപാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ പാർട്ടിയിൽ മത്സരിക്കാൻ ഒരു വ്യക്തി പോലും തയ്യാറില്ല എന്നുള്ളതാണ് സത്യം. അവിടെയാണ് നമ്മുടെ വിജയം. എന്തുകൊണ്ടും യോഗ്യനായ ഒരു വ്യക്തിയാണ് നമുക്ക് സ്ഥാനാർത്ഥിയായി കിട്ടിയിരിക്കുന്നത്, നമ്മുടെ ശീതള. നമുക്കെല്ലാം പ്രിയങ്കരനായ മന്മഥൻ സാറിന്റെ മകനാണ് ശീതള. ഇദ്ദേഹമാണ് നമ്മുടെ സ്ഥാനാർത്ഥി എന്നറിഞ്ഞപ്പോൾ മത്സരിക്കാൻ ആളില്ലാത്തൊരവസ്ഥ വന്നാൽ എന്താ ചെയ്യാ? മോഹന വാഗ്ദാനങ്ങൾ നൽകി ഇദ്ദേഹത്തോട് മത്സരിക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയമായി പുലബന്ധം പോലും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ആരാത്? ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ സത്യശീലൻ. അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോ നമുക്കൊക്കെ തോന്നുന്നത് പൊട്ടക്കിണറ്റിൽ വീണ തവളയോട് ഉപമിക്കാം. കാരണം പാരമ്പര്യമായിട്ടുള്ള കുറച്ച് സ്വത്തിലെ കൃഷിയും വീട്ടുകാർ പറയുന്നത് കേട്ട അടുക്കളയും കൃഷിസ്ഥലവും അടുക്കളയും കൃഷിസ്ഥലമായിട്ട് മാത്രം കഴിയുന്ന ഒരു മനുഷ്യജീവി. അദ്ദേഹത്തിന് എങ്ങനെയാണ് നമ്മുടെ പഞ്ചായത്തിന്റെ വികസനങ്ങൾ നടത്താക്കാൻ കഴിയുക? എങ്ങനെയാണ് പൊതുപ്രവർത്തന രംഗത്ത് ഇറങ്ങാൻ കഴിയുക? വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന് സാധാരണക്കാരന്റെ ചൂടും വിഷമവും ദുഃഖവും മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന നമ്മളിൽ ഒരാളായ ശീതളന് വോട്ടുകൾ നൽകി വിജയിപ്പിക്കണം. ടെലിഫോൺ അടയാളത്തിൽ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. ആരാ നമ്മുടെ സ്ഥാനാർത്ഥി? എന്താ നമ്മുടെ അടയാളോ? ആരാ നമ്മുടെ സ്ഥാനാർത്ഥി? ആരാ നമ്മുടെ നേതാവ്? എന്താ നമ്മുടെ അടയാളോ? എന്താ നമ്മുടെ അടയാളോ? പ്രിയമുള്ള നാട്ടുകാരെ, ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDP-യുടെ സ്ഥാനാർത്ഥിയായ സത്യശീലനെ മാങ്ങ അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി നിങ്ങളെല്ലാവരും വിജയിപ്പിക്കണമെന്ന് വളരെ താഴ്മകേഴ്മയോടെ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. സത്യശീലനെ കുറിച്ച് പറയാൻ എനിക്ക് 100 നാവുകളാണ്. നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന നമ്മുടെ നാടിന്റെ അഭിമാനമായ നിങ്ങൾക്ക് എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായ മന്മഥൻ സാറിന്റെ മൂത്ത പുത്രനാണ് സത്യശീലൻ. സത്യശീലൻ കർഷക സ്ത്രീ അവാർഡ് നേടിയ വ്യക്തിയാണെന്ന് പറയാൻ ഞങ്ങൾ അഭിമാനിക്കുന്നു.
ഈ കർഷകശ്രീ അവാർഡ് ഒരാൾക്ക് കിട്ടണമെങ്കിൽ അദ്ദേഹം മണ്ണിനറിയണം, നമ്മളറിയണം, ഈ നാടിനറിയണം. അങ്ങനെയുള്ള ഒരാളെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്താൻ സാധിച്ചതിൽ ഞങ്ങൾ കൃതാർത്ഥരാണ് നാട്ടുകാരെ. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ സത്യശീലന്റെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് സത്യശീലന്റെ തന്നെ ഒരു അനിയനാണ്. മണ്ണും ചാണകവും എന്താണെന്നറിയാത്ത എന്താ ഞാൻ പറയാ, ഒരു ശിശുവാണ് മത്സരിക്കുന്നത്. ഇങ്ങനെ മണ്ണും ചാണകവും അറിയാത്ത, മണ്ണും ചാണകവും വേർതിരിച്ചറിയാത്ത ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ ഈ UDP-കാർക്ക് എങ്ങനെ തോന്നി എന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. ഒരു രക്ഷയുമില്ല. കാരണം കർഷകശ്രീ അവാർഡ് നേടുക എന്ന് പറഞ്ഞാൽ ഈ മണ്ണിനറിയുന്ന ഒരു വ്യക്തിക്ക് പറ്റൂ. നമ്മുടെ സ്ഥാനാർത്ഥി സത്യശീലനെ നിങ്ങൾ വിജയിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ നാടിനെ ഒരു കാർഷിക വിപ്ലവ പഞ്ചായത്താക്കി മാറ്റുമെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പു തരികയാണ്. മോഡലുകളും മോടികളും ആഡംബരങ്ങളും ആർഭാട ജീവിതങ്ങളും ഒന്നും തന്നെ ഇല്ലാതെ നമ്മുടെ യുഗമല്ല മനസ്സുകളിലേക്ക് ഞങ്ങളുടെ സ്ഥാനാർത്ഥി, നമ്മുടെ അടയാളം, ഞങ്ങളുടെ അടയാളം. അതെ, ഇപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കണ്ണ് കണ്ട് തല്ലി പൊളിക്കാനോ തെറി പറയാനോ നിൽക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞോളാം കാര്യങ്ങള്. അതെ, ശീതള ഒന്നിട്ട് വന്നേ. നിന്റെ എതിർ സ്ഥാനാർത്ഥി ഏട്ടനാകൊണ്ടാണ് ഞങ്ങളൊന്നും മിണ്ടാത്തത്. നിന്റെ ഏട്ടനും കൂട്ടനും കൂടിയിട്ട് ഇന്നലെ നമ്മുടെ കൊടി പറിച്ചു വലിച്ചിട്ടുണ്ട്. ഏട്ടനെ വിളിക്ക്, ചോദിക്കാതെ വിളിച്ചു നോക്കി. ഏട്ടാ ഒന്നുകൂടെ വരൂ. എന്താടാ ഒരു കാര്യം പറയാനാ. എന്താണ് ചേട്ടാ, ചേട്ടന്റെ പാർട്ടിക്കാർ കാണിച്ച പണിയാണോ? എന്റെ പാർട്ടിക്കാരോ? ഞങ്ങളുടെ പാർട്ടിയുടെ കൊടി വലിച്ചു കയറിയെന്ന്. അത് എന്റെ പാർട്ടിക്കാരാ അങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾ പറയണത്? അവിടെ കിടന്ന് മൊയ്ത് കിടന്ന് കറങ്ങണ്ടായിരുന്നു രാത്രി. അല്ല, ചോദിക്കളിയാ എന്തൊക്കെയാ നിങ്ങൾ ഈ പറയണത്? ഞങ്ങളുടെ കൊടി ഞങ്ങൾ പറിച്ചു വലിച്ചിട്ടില്ലല്ലോ, അത് നിങ്ങൾ തന്നെയല്ലേ വലിച്ചിട്ടത്. എന്റെ പൊന്ന് ചെങ്ങാതിയായി ഒരു കൊടിയല്ലേ, അത് മറിഞ്ഞു വേണ്ടെങ്കിൽ അത് തിരിച്ചെടുത്ത് കുഴിച്ചിട്ടാ പോരെ. ചേട്ടാ അങ്ങനെ നിസ്സാരമായിട്ട് പറയരുത്. പാർട്ടിക്ക് കൊടി വലുത് തന്നെ. അതിനിപ്പോ ആരെന്ത് കണ്ടോരൊന്നും ഇല്ലല്ലോ. കണ്ടോരില്ല എന്തിനാ രാത്രി 12 മണിക്ക്? പരിപാടി എന്തൊക്കെയാണ് രാത്രി 12 മണിക്ക് എന്ത് പരിപാടി? പിന്നെ കണ്ട സമയത്ത് നിങ്ങൾക്ക് അവരോട് ചോദിച്ചുകൂടാ? അക്രമം വേണ്ടെന്ന് വെച്ചിട്ടാണ്. സമാധാനത്തിന്റെ പാതയിലാണ്. നിങ്ങൾ ദയവ് ചെയ്തിട്ടൊന്ന് പോ ചങ്ങാതി. അങ്ങനെ നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയേണ്ട വിവരം ഞങ്ങളിൽ ഒന്നിനെ തൊട്ടി കളിച്ചാൽ ഈ കളി കട്ടായം. സത്യശീല, ഇന്നലെ രാത്രി നമ്മൾ കഷ്ടപ്പെട്ട് ഒട്ടിച്ച എല്ലാ പോസ്റ്ററും ഇവർ കീറിക്കണം. നമ്മൾ ഒട്ടിച്ച ഇതിനെന്താ സമാധാനം? അതിന് സമാധാനം പറയണോ? അപ്പൊ ചേട്ടന്റെ പോസ്റ്റർ കയറിയപ്പോ ചേട്ടന് വിഷമായി. ഞാൻ ഈ കൊടി കയറിയവരും പറയുമ്പോ ചേട്ടൻ ഒരു അനക്കുണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ ഞാൻ പറയുന്നത്. കുറെയൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല നടിക്കേണ്ടി വരും. അങ്ങനെ എല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് അടിക്കാൻ പറ്റില്ല. ഇതിന് ചേട്ടനോട് തീരുമാനം ഉണ്ടാക്കാം. എന്ത് തീരുമാനം ഉണ്ടാക്കാൻ എനിക്കറിയില്ല, ഇനി ഇവര് തീരുമാനിച്ചോളൂ. അച്ഛന്റെ പാർട്ടിയുടെ പാർട്ടിയും പാർട്ടി പ്രവർത്തനവും ഒക്കെ ഈ പടിക്ക് പുറത്ത്. ഇത് എന്റെ വീടാ, ഇവിടെ ഒന്നും പറ്റില്ല. പോരിടോ, പോരി പോരി. മതി, ഇനി എല്ലാം കഴിഞ്ഞ് മതി അകത്തോട്ട്. എന്താണ് ഈ നോക്കി നിൽക്കുന്നത്? കേൾപ്പൊടി. പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി കള്ളന്മാർക്കും കൊള്ളക്കാർക്കും കേരളത്തെ പീഡനം കൊടുത്ത 4 കൊല്ലക്കാലം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കലാശക്കൊട്ട്. കേരള രാഷ്ട്രീയം എത്തി നിൽക്കുന്ന സ്ഫോടനാത്മകമായ സാഹചര്യത്തിന്റെ എല്ലാ വീറും വാശിയും പ്രകടമാകുന്നതായിരുന്നു പരസ്യ പ്രചാരണത്തിന്റെ സമാപനം. നേരം പുലരും മുമ്പ് തന്നെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടത്തുന്ന ജില്ലകൾ പ്രചാരണ വാഹനങ്ങളാൽ ശബ്ദമുഖരിതമായിരുന്നു.
സംസ്ഥാനത്തെ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ റെക്കോർഡ് പോളിംഗ് 5 മണിവരെ 74.15% വോട്ടർമാർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. സംസ്ഥാനത്ത് ത്രിതല പഞ്ചായത്തുകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിച്ചു. ചിറ്റാനിക്കര പഞ്ചായത്തിലെ 4-ാം വാർഡിൽ നടന്ന വാശിയേറിയ മത്സരത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് ഉജ്ജ്വല വിജയം. LDP UDP സ്ഥാനാർത്ഥികളുടെ പ്രതീക്ഷകളെ അട്ടിമറിച്ച് സ്വതന്ത്രനായി മത്സരിച്ച CS അധികായൻ 818 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. എന്തായാലും ഇത് വല്ലാത്തൊരു തോൽവിയായി പോയില്ലേ. ഇലക്ഷൻ മത്സരിക്കാൻ നിൽക്കണ്ടായിരുന്നു. അച്ഛൻ ഈ നാട്ടിൽ വലിയ സ്വാധീനം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? എല്ലാം വെറുതെ പറഞ്ഞാന്ന് പറ്റിക്കാൻ. ആകെ കിട്ടിയത് 25 വോട്ടും 35 വോട്ടും. നീ എനിക്ക് വോട്ട് ചെയ്തോളി. ഞാൻ സത്യേട്ടനാ വോട്ട് ചെയ്തു. ഞാൻ നിനക്ക് ചെയ്തിട്ടുണ്ടാ. നേതാക്കന്മാരിരുന്നോ, എഴുന്നേക്കട്ട. എന്താ ആരോ നീ പണിക്കൊന്നും പോണില്ലേ? പോണം. പിന്നെ എന്താ ഒരു അമാന്തം? അച്ഛാ, ആളുകൾക്ക് നമ്മളോടൊന്നും വലിയ താല്പര്യമില്ലാന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഇനി നാട്ടുകാരെ ഓരോ ആവശ്യം പറഞ്ഞു വരും. സ്കൂളിന് സ്ഥലം തരുമോ, അങ്കൻവാടിക്ക് സ്ഥലം തരുമോ എന്ന് പറഞ്ഞ് അച്ഛനടുത്ത് കൊടുത്തോളൂ കേട്ടോ. മണ്ടന്മാരെ, അതും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നമ്മൾ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം നമുക്ക് കിട്ടും. പിന്നെ നിങ്ങളിപ്പോ തോറ്റത് ഇവിടുത്തെ ജനങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമില്ലാത്തത് കൊണ്ടോ നിങ്ങളോട് വിദ്വേഷമുള്ളത് കൊണ്ടോ ഒന്നും അല്ല. നിങ്ങൾ രണ്ടാളും മത്സരിച്ചത് ജനങ്ങൾ എന്നോ വെറുത്ത പാർട്ടികൾക്ക് വേണ്ടിയാ. നിങ്ങൾ സ്വതന്ത്രന്മാരായിട്ട് മത്സരിച്ചിരുന്നെങ്കിൽ നിങ്ങളും ജയിച്ചേനെ. ജനങ്ങൾക്ക് വേണ്ടതേ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ അല്ല, മറിച്ച് ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ല വ്യക്തികളെയാ. അവരത് തെരഞ്ഞെടുത്തു, അവര് വിജയിച്ചു, അത്രേ ഉള്ളൂ. അല്ല, ഇനിയിപ്പോ അതിന്റെ പേരിൽ ഇങ്ങനെ ദുഃഖിച്ചിരുന്നിട്ട് എന്താ കാര്യം? നീ പാടത്ത് പോകുന്നില്ലേ? ഞാൻ വളം വാങ്ങിച്ചില്ല അച്ഛാ, ഇനി നാളെ പറഞ്ഞു. ഓ, വളമൊക്കെ ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട്. ആണോ? നീ എന്താ ക്ലാസ് എടുക്കാൻ പോകുന്നില്ലേ? അല്ല, ഞാൻ ഓൾറെഡി ലീവ് പറഞ്ഞു വെച്ചാ. ഓ, പാടത്തേക്ക് പോ. ആ, അത് നന്നായി. എന്നാ ഞാനും വരാം, നിങ്ങളും കൂടിക്കോ. നമുക്ക് എല്ലാവർക്കും കൂടി പാടത്ത് ഈ തോൽവി ഒരു ആഘോഷമാക്കിയാലോ? മറിമായത്തിനെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതുവരെ, അതായത് 15 വർഷമായി നമ്മുടെ മറിമായം ഇങ്ങനെ സക്സസ്ഫുള്ളായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും നാളത്തെ നമ്മുടെ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി തന്നെ മനോരമ മാക്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്.